മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കെ.എസ്.യു പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാത്തതിനെ ചൊല്ലി കോൺഗ്രസിൽ പോര്. കെ.പി.സി.സി അധ്യക്ഷനോട് പരാതി അറിയിച്ച അലോഷ്യസ് അതേസമയം കെ.എസ്.യു പ്രസിഡന്റിന് കൂടിക്കാഴ്ച അനുമതി നിഷേധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകി. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അലോഷ്യസ് സേവ്യറിനെ മുഖം കൊടുക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയാണ് മുഖ്യമന്ത്രി പോവുകയുണ്ടായിരുന്നത്. എന്നാൽ ഇതിലൊരു പ്രതികരണമായി അലോഷ്യസ് പറയുകയുണ്ടായി അദ്ദേഹം കണ്ടിട്ടുണ്ടാകില്ല എന്നടക്കമുള്ള പ്രതികരണം വന്നിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ ഇതേ ചൊല്ലി ഇപ്പോൾ എന്തായാലും കോൺഗ്രസിൽ ഒരു പോരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? KSUയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള പ്രശ്നങ്ങൾ നിലനിന്ന് പോവുകയാണ്. കാരണം KSU ഈ ഗവൺമെൻറ് പ്രീഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകുന്നതിന് തയ്യാറെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ചിരുന്നു. പക്ഷേ ആ സമയം നൽകിയില്ല എന്നാണ് KSUവിൻ്റെ പരാതി. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് KSU ചോദിച്ച സമയത്ത് അല്ലെങ്കിൽ ആ സമയം കൃത്യമായി മുഖ്യമന്ത്രി ഇല്ലാത്തൊരു സമയമായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തായിരുന്നു. അതുകൊണ്ടാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകാതിരുന്നത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. ഇനിയും KSU ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമുണ്ടാകും. അതിനപ്പുറത്തേക്ക് മറ്റ് തരത്തിലുള്ള ഒരു വാർത്തകളും ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണമായി പുറത്ത് നൽകുന്നത്. അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായി ഈ വിഷയം വലിയ ചർച്ചയായി KSUവിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് തന്നെയുണ്ട്. അതിൽ അവരുടെ ചർച്ചകളിലുമൊക്കെ തന്നെ ഈ വിഷയം ഉയർത്തിക്കാണിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ KSU ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട് എന്ന തരത്തിലാണ് ഈ നേതാക്കന്മാർ പറയുന്നത്. കാരണം KSUവിൻ്റെ യൂണിറ്റ് പോലും സ്ഥാപിക്കാൻ കഴിയാത്ത തരത്തിൽ ലോ കോളേജിൽ SFIയുടെ പ്രവർത്തകൻ നിന്നുകൊണ്ട് ഈ വലിയ തരത്തിൽ KSUവിനെ തടഞ്ഞ ഒരാൾക്ക് ഗവൺമെൻറ് പ്രീഡർ പദവി നൽകുക എന്നുള്ളത് ശരിയായ കാര്യമല്ല. അതിനെയാണ് എതിർക്കുന്നത് എന്ന തരത്തിലാണ് അവരുടെ ആരോപണം. അത് ചില നേതാക്കന്മാരും അതിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട്. ഈ വിഷയം വലിയ തരത്തിൽ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. KPCCയുടെ മുന്നിലേക്ക് ഈ വിഷയം എത്തിയെങ്കിൽ തന്നെ നിലവിൽ KPCC പ്രസിഡന്റ് വൈദ്യുതി വകുപ്പ് ചുമതലയുള്ള മന്ത്രി കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൽ ഇടപെടുന്നില്ല. എന്നാൽ ഈ വിഷയം AICCയുടെ മുന്നിൽ എത്തിക്കാനാണ് ഇപ്പോൾ KSUവിൻ്റെയും ഒപ്പം തന്നെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരുടെയും നീക്കം. കാരണം ഘടകകക്ഷികൾക്ക് നൽകുന്ന പ്രാധാന്യം പോലും പലപ്പോഴും KSUവിനോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പോഷക സംഘടനകൾക്കോ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് KSU നേതാക്കന്മാർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി. ഒപ്പം തന്നെ അവരുടെ മാധ്യമ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ഇത്തരം പരാതികൾ തന്നെയുണ്ട്. KSUവിനെ മറന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനും മുന്നോട്ട് പോകാൻ ആകില്ല. KSU ആണ് എല്ലാത്തിൻ്റെയും ചവിട്ടുപടി. അതുകൊണ്ട് തന്നെ KSUവിനെ തള്ളിപ്പറയുന്ന നിലപാട് ശരിയല്ല എന്നാണ് ഇപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായാലും വിഷയം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനി മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ചയ്ക്ക് KSU തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സംശയം നിലനിൽക്കുകയാണ്. കാരണം അത്രയധികം പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് തേവര SH കോളേജിൽ മുഖ്യമന്ത്രി എത്തിയപ്പോഴേക്കും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ മുഖ്യമന്ത്രി കടന്നുപോയിട്ട് മൈൻഡ് ചെയ്തില്ല അല്ലെങ്കിൽ കണ്ട ഭാവം കാണിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. അത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നതുമായിരുന്നു. ഇതൊക്കെ തന്നെ KSUവിനെയും ഒപ്പം തന്നെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ പിന്തുണയ്ക്ക് അപ്പുറത്തേക്ക് നേരത്തെ തന്നെ അറിയാം മുഖ്യമന്ത്രിയെ ആ സ്ഥാനത്തേക്കുള്ള നടന്ന വടംവലികളും ഒപ്പം തന്നെ ചില ഇടപെടലുകളും ഒക്കെ അന്ന് അറിയാമായിരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ KSUവിൻ്റെ നിലപാട് അന്ന് എന്തായിരുന്നുവോ അതിൽ മുഖ്യമന്ത്രിക്ക് അന്നത്തെ ആ നിലപാടിനോട് ചെറിയ ഒരു വൈരുദ്ധ്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അതിൻ്റെ സൂചനയാണോ ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ KSUവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള മുന്നോട്ട് പോക്കല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം KSUവിൻ്റെ പ്രശ്നങ്ങൾ അവർ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് സമയം ചോദിച്ചിരുന്നത്. അതിൽ ഗവൺമെൻറ് പ്രീഡർ ഒരു ചെറിയ വിഷയമായിരുന്നു. പക്ഷേ അതല്ല, ഇപ്രാവശ്യത്തെ വിദ്യാലയങ്ങൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാലയങ്ങളിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ പറയണം. ആ കാര്യങ്ങൾക്ക് കൂടിയാണ് KSU സമയം ചോദിച്ചത്. പക്ഷേ അതിന് പോലും സമയം നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി എന്ന തരത്തിലാണ് KSUവിൻ്റെയും ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളെ പറഞ്ഞു വരുന്നത്. നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും തർക്കം രൂക്ഷമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇടപെടാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് KPCC അധ്യക്ഷന് ഒരു പരാതി KSU നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് KSUവിൻ്റെ പ്രശ്നം പരിഹരിക്കാനും സാധ്യതയുണ്ട്. ശരി, എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാത്തതിനെ ചൊല്ലി എന്തായാലും കോൺഗ്രസിൽ ഒരു പോര് ഉടലെടുത്തിരിക്കുകയാണ്. KPCC അധ്യക്ഷനോട്
അലോഷ്യസ് പരാതി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ KSU പ്രസിഡന്റിന് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.